ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പെറസ് വിളിക്കുന്ന ഹലോ ലെപ്പോട്ടെ, ഞാനാ പെറസ്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് പോകുന്നോ? എന്താ ഞാൻ വിളിച്ചേ? അല്ല, നാളെ മിക്കവാറും 9ാം സ്ഥാനം കൊണ്ട് യുഎഫ ചാമ്പ്യൻസ് ലീഗ് എന്താ പറയുന്ന എക്സ്ട്രാ ഒരു മാച്ച് കൂടെ കളിച്ച് നോക്കൗട്ടിന് വേണ്ടി വരുമല്ലോ. 3ാം സ്ഥാനത്താന്ന് പറഞ്ഞ് ജാട അടിക്കാതറോ, കാണിക്കൂടോ. ആദ്യമൊക്കെ ഇവന്മാര് പറഞ്ഞോണ്ടിരുന്ന എന്താണെന്നറിയോ, ഞങ്ങള് എന്തുവാ സൂപ്പർ കോപ്പ എസ്പാനയും എല്ലാം കൈവിട്ടപ്പോ ഇവന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞങ്ങൾ മോശ സ്ഥിതിയിലാണ്. എന്നാ ഇപ്പൊ നിങ്ങളല്ലേടോ മോശ സ്ഥിതി. യുഎഫ ചാമ്പ്യൻസ് ലീഗ് 9ാം സ്ഥാനത്ത് എല്ലാം നിൽക്കുന്നു. ഞങ്ങളും തിരിച്ചു വരുവോടോ. എന്തായാലും എല്ലാം ചെയ്തിട്ട് വിളിക്കേട്ടോ, നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. പക്ഷെ ഭയങ്കര അപമാനിച്ചു വിട്ടല്ലേ. ഫാൻസി ഒന്ന് വിളിക്കാം. ഹലോ ഹാൻസി, ഞാനാ. പറ സാറേ, ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല സാറേ, നന്നായിട്ട് നടക്കുന്നുണ്ട്. എന്താ സാറേ വിളിച്ച? എടോ, നാളെ മറ്റേ അവന്മാർക്കെതിരെ ഇറങ്ങുമ്പോഴേ, കോപ്പൻഹേഗനെതിരെ ഇറങ്ങുമ്പോഴേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്ത് സാറേ? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായി താഴെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്തൊക്കെയാണല്ലേ, ബാ പറഞ്ഞുതരാം. നാളെ ബാസ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ തീരൂ. കോപ്പൻഹേഗൻ എന്ന ടീം 10 പേരുമായി വരെ പൊരുതാൻ കെൽപ്പുള്ള ടീമാണ്. അവർ 26ാം സ്ഥാനത്താണ്, സമ്മതിക്കുന്നു. എന്നാൽ 10 പേരുമായി വരെ പൊരുതാൻ കേപ്പബിൾ ആയ ഒരു ടീമാണ് അവര്. കൂടാതെ അവർക്ക് നല്ല രീതിയിൽ ഏത് വമ്പൻ വന്നാലും, ഏത് എന്താ പറയുന്ന മേലോത്ത തമ്പുരാൻ വന്നാലും മുട്ടിടിക്കാതെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് ബാസ അത്രമേൽ ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നീട് അവരുടെ കൈററ്റ് ജോർദാൻ അങ്ങനത്തെ കുറെ താരങ്ങളുണ്ട് അവർക്ക്. അവരെ ബാസ പ്രത്യേകിച്ച് മാർക്ക് ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ കാത്തിരിക്കുന്നത് ഒരു അട്ടിമാര് തന്നെയായിരിക്കും. ഇനി ബാസ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പരമാവധി ഗോളുകൾ അടിച്ച് പരമാവധി എത്ര ഗോളുകൾ അടിക്കാൻ പറ്റുമോ അത്രയും ഗോളുകൾ അടിക്കുക. കാരണം എന്താ പറയുക, ഇപ്പം ഗോൾ ഡിഫറൻസ് പോയിന്റ് ടേബിളിൽ ബാർസ 9ാം സ്ഥാനത്താണ്. 13 പോയിന്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. 13 പോയിന്റ് അങ്ങനെയാണ്. ഇപ്പോൾ ആകെ 1-2 സ്ഥാനം ബയർ മ്യൂണിക്കും ആർസണലും മാത്രമാണ് നോക്കൗട്ട് സ്റ്റേജ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനിയും ബാക്കി ടീമുകൾക്ക് ഏതൊരു സ്ഥാനത്തിലേക്കും സാധ്യതകൾ ഏറെയാണ്. അപ്പം 26ാം സ്ഥാനത്ത് കിടക്കുന്ന കോപ്പൻഹേഗനെതിരെ ബാർസ ചെയ്യേണ്ടത് പരമാവധി എത്ര ഗോൾ അടിക്കാൻ പറ്റുമോ അത്രയും ഗോളുകൾ അടിക്കുക. ഇതാണ് ഇനി ബാർസയുടെ മുന്നിലുള്ള വഴികൾ. കോപ്പൻഹേഗനെതിരെ ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങളായിരിക്കണം ബാർസ ശ്രദ്ധിക്കേണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.